നമുക്ക് DNA പറ്റി ചോദിക്കാം. DNA is enough. DNA കഴിഞ്ഞ ദിവസം ഇന്നലെ പറയാനൊന്നുമില്ല. നേരത്തെ കണ്ട വീഡിയോ ലിങ്ക് അയച്ചു തരാം. Actually no, we'll talk about DNA. Seriously പറഞ്ഞ, because you know already things have escalated. അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു നമ്മളെല്ലാം. സോ ഇനിയും വൈ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. I think yesterday we got a video where the person apologized. Apologizing video കിട്ടി. അത് നിങ്ങൾ പ്രൊമോഷന് വേണ്ടി പ്ലാൻ ചെയ്താണെന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നല്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോഴും വന്നിരിക്കുന്ന ഹന്ന എന്തുകൊണ്ട് അവിടെ ഇത്തരം പ്രൊമോഷൻ ചെയ്തിരിക്കുന്ന ഒരു ചോദ്യം വന്നിരുന്നു. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമോ? ഫൈൻ. നമുക്ക് ആക്ച്വലി നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സഡൻലി ഇപ്പം നമ്മൾ ആരാണെങ്കിലും സഡൻലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം വരുമ്പം വി ബിക്കം വെരി സൈലൻറ്റ് പെട്ടെന്ന്. എൻ്റെ റിയാക്ഷൻ അങ്ങനെ ഓരോരുത്തരും ഓരോ അപ്രോച്ചാണ്. സഡൻലി നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഐ വാസ് ഷോക്ക്. മേ ബി ലൈക്ക് റീച്ചിന് വേണ്ടി നമുക്ക് കേൾക്കുന്നവർക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി അവരിങ്ങനൊരു ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ പറയാമെന്നുള്ളത്. ആൻഡ് മീ ആൻഡ് അഷ്കർ വേ റെഡി എന്ത് ചോദിച്ചാലും വൈ, ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ത് ചോദിച്ചാലും. ബട്ട് സംടൈംസ് ദ വേ ദ ക്വസ്റ്റ്യൻസ് ആർ പോർട്രേഡ് അത് മേ ബി വേറൊരാൾക്ക് ഹേർട്ട്ഫുൾ ആണോ, അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ മേ ബി ഒരു റെസ്പെക്ട്ഫുൾ രീതിയിൽ ചോദിക്കാം അല്ലേ. സോ അങ്ങനെ ചോദ്യം വന്നു. അതിന് മീ ആൻഡ് അഷ്കർ വി ബോത്ത് റിയാക്റ്റഡ് ഇൻ എ വേ വേർ വി ആർ സാറ്റിസ്ഫൈഡ്. So that's it. എന്നിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ഇറ്റ് ഇസ് ഓവർ. ഐ തിങ്ക് വി ഷുഡ് ഓൺലി ടോക്ക് അബൌട്ട് DNA now. We have closed it. കാര്യം ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, അവർ അപ്പോളജൈസ് ചെയ്തു. അപ്പോളജൈസിങ് വീഡിയോ ഉണ്ട്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നു. സോ ഇറ്റ് ഇസ് ഓവർ. ആൻഡ് ദെൻ ഇപ്പോൾ ഇത് വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നലെ കുറേ മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെയും കൂടെ ഐ വിൽ റെസ്പോണ്ട് ചെയ്യും, ആ ലിങ്കുകൾ വന്നിട്ടുണ്ടാവും. സോ ഐ റെസ്പോണ്ടഡ്. ഓക്കെ, അപ്പം വീണ്ടും സെയിം ടോപ്പിക് എല്ലാവരും ചോദിക്കുമ്പോൾ ഐ ആം ഓൾസോ ഗെറ്റിംഗ് ഡൗൺ. അല്ല, അവർ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അത് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ഹന്നയോട് സംസാരിച്ചു ആ ഇന്റർവ്യൂല്. കാരണം നമ്മൾ ഒരു മിനിറ്റ് ഞാൻ പറയാം. നമ്മളിപ്പം ഒരു കണ്ടന്റ് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ദേ വിൽ ബി ഷൗട്ടിങ് ഓർ വാട്ട് എവർ. ഞങ്ങളും റിയാക്ട് ചെയ്തു. ഞങ്ങൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നില്ലല്ലോ. വി ഓൾസോ റിയാക്റ്റഡ് അല്ലേ. ആ റിയാക്ഷൻ കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്തു, അവർ അപ്പോളജൈസ് ചെയ്തു. ആൻഡ് ദെൻ അപ്പോളജൈസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയ ന്യായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദേ ഹാവ് ഓൾസോ അക്സെപ്റ്റഡ് ഇറ്റ്. അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. സോ ഫ്രം അവർ പാർട്ട് എൻ്റെ മഷ്കറിന് ഞങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ഒരുമിച്ചിരിക്കുമ്പം ഞങ്ങൾ രണ്ടൊരു അങ്ങനെ ഒരു ഉത്തരം പറയുമ്പം വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വി ഗേവ് ആൻ ആൻസർ ആൻഡ് വി വാക്ക്ഡ് ഔട്ട്. ഓക്കെ, ആൻഡ് ദെൻ വി ടോൾഡ് ദ എൻ്റയർ ടീം ടു ഡിലീറ്റ് ഇറ്റ്. പല ലിങ്കുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. കുറേ പേര് സംസാരിച്ചിട്ടുണ്ട്. വി ആർ ഗോണ ഗെറ്റ് റിമൂവ്ഡ് എല്ലാം ഉണ്ട്. അതെങ്ങനെ റിമൂവ് ഐ ഡോണ്ട് നോ. നിങ്ങൾക്കെല്ലാം ടെക്നോളജിക്കലി യു ആർ അഡ്വാൻസ്ഡ്. എനിക്ക് ഒരു നോളജും ഇല്ല. നോക്കട്ടെ, പല കമൻറ്റുകളും വരും. എനിക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. കാര്യം ചോദ്യം നേരിട്ടതും വിഷമിച്ചതും റിപ്ലൈ കൊടുത്തതും എല്ലാം ഞാനും അഷ്കറും കൂടിയാണ്. സോ ഐ തിങ്ക് ഐ ഹാവ് ഡെൽറ്റ് ഇറ്റ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ ഐ ഫീൽ ഇറ്റ്. ബിക്കോസ് ഞാൻ ചിലർ പറയുന്നു കുറച്ചും കൂടെ റേസ് ആണല്ലോ. അത് എൻ്റെ രീതി ഉണ്ടല്ലോ, ഓരോരുത്തരും വേറെ രീതിയിലല്ലോ. എൻ്റെ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എനിമോർ. അത് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാൻ നിന്നില്ലല്ലോ ഞങ്ങളാരും. വി വർക്ക്ഡ് ഔട്ട്, അത്രേ ഉള്ളൂ. ബിക്കോസ് ദാറ്റ്സ് ഓൾ വി ക്യാൻ ഡു. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോ നൂറുകണക്കിന് ആൾക്കാരോ പോട്ടെ, രണ്ടുപേരെ പോലും ഞാനല്ലാണ്ട് വേറൊരാളെ പോലും ബോധിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് എന്നെ അറിയാം, എൻ്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം. ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. ആൻഡ് ദെൻ പറയാനുള്ളത് പറഞ്ഞു. വി വർക്ക്ഡ് ഔട്ട്. ആൻഡ് ദെൻ അറ്റ്ലീസ്റ്റ് ഭാവിയിലത്തേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ഓൾ ഗുഡ് ഇഫ് വി റെസ്പെക്ട് ഈച്ച് അതർ. നിങ്ങൾ എല്ലാവരും ആണെങ്കിലും നമ്മളെ റെസ്പെക്ട് ചെയ്യും, നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദി മെയിൻ തിങ്. എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് എല്ലാ ഇൻ്റർവ്യൂസിനും മുന്നോട്ട് പോകാം. സോ ദാറ്റ്സ് ദ ഓൺലി തിങ്. അടുത്ത ചോദ്യം ചെവിയിൽ ചോദിച്ചു വിടുവാണല്ലേ. ഐ തിങ്ക് വി ഷുഡ് ഫൈൻഡ് ഇറ്റ് അപ്പ്. ആൻഡ് DNA പറ്റി ചോദിക്കാം. ബിക്കോസ് നമ്മുടെ ഇവിടെ സെലിബ്രിറ്റീസ് എല്ലാവരും വന്നിരിക്കുകയാണ്. കുറേ പേര് വന്നു കണ്ടു. ഇഫ് യു ആസ്ക് അബൌട്ട് ദാറ്റ് ഐ വിൽ ബി വെരി ഹാപ്പി. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് DNA പ്രൊമോഷനാണിപ്പോൾ, റൈറ്റ്?